ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. ആഭ്യന്തര കുറ്റവാളിയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ഞാൻ പറയും എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെയാണ് കാണുന്നത്. ചളി 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 ബഹു ചളി ഇങ്ങനെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ. നിനക്കെന്താ വയ്യേ എന്ന് നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, സാധനം കിട്ടുന്നില്ലല്ലോ. ആഭ്യന്തര കുറ്റവാളി ടീസർ ജസ്റ്റ് 25 മിനിറ്റ് മുമ്പിലാണ്. 7341 വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കണ്ടുനോക്കാം. റെഡി ബൂം. വിവാഹാലോചന വന്നപ്പോ എന്റെ കക്ഷിയുടെ വീട്ടുകാർക്ക് ഒരേ ഒരു നിർബന്ധമേ ഉണ്ടായിരുന്നു, ദുശീലങ്ങളൊന്നും ഇല്ലാത്ത മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു വിവാഹം. എന്നാൽ എന്റെ കക്ഷിയിൽ നിന്നും ഭീമമായ ഒരു തുക സ്ത്രീധനമായി വാങ്ങുകയും വീണ്ടും കാശ് ചോദിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ എന്റെ കക്ഷിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവളെ ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു ക്രൂരനാണ് ഈ എതിർകക്ഷി. ഏപ്രിൽ 3 കേട്ടോ. 40 സെക്കൻഡ് ഉള്ള പറഞ്ഞ, ബാക്കി 16 സെക്കൻഡ് തിങ്ക് മ്യൂസിക്കിന്റെ പരസ്യമാണ്. നമ്മൾ തിങ്കി എന്താണെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നി 40 സെക്കൻഡ് തന്നെ എന്താ ഇതിന്റെ അവസ്ഥ എന്നുള്ളത് പറഞ്ഞു തരുന്ന പോലെയായി. അത് വേണ്ടിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ നല്ലൊരു എന്റർടൈനർ പ്രതീക്ഷയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നുകൊണ്ട് വലിയ പ്രശ്നവുമില്ല. പിന്നെ ആസിഫിക്ക് അതുകൊണ്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള നല്ലൊരു എന്താ പറയുക സ്പേസ് ഉള്ള കഥയാണ് എപ്പോഴും എടുക്കുക. ഓഫ്കോഴ്സ് നായകൻ തന്നെയാണ് മെയിൻ എന്താ പറയുക നട്ടെല്ല് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും സാധാരണ ഒരു കഥാപാത്രമല്ലാതെ പുള്ളിയുടെ മാക്സിമം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടർ സെലക്ഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ്, നല്ല സ്റ്റോറി ആയിരിക്കും. എന്തായാലും കുറ്റവാളി, ആഭ്യന്തര കുറ്റവാളി, എഴുത്തിൽ തന്നെ ഒരു രസമുണ്ട്. കുറ്റ അതിന്റെ രണ്ട് മറ്റേ വിലങ്ങിലെ 2 സാധനമായിട്ടൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇത് കള്ളക്കേസ് പോലെ പറയാണ്. കാരണം പുള്ളി എന്റെ പ്രതി അല്ല ഈ ഇതിലെ പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് പുള്ളിയുടെ മുഖത്ത് വരുന്നത് നിഷ്കളങ്ക ഭാവമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് ചെയ്തപ്പോ എന്നുള്ള ചോദ്യം പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതുണ്ടാവില്ല, ഇവർ കള്ളക്കേസ് കൊടുത്തായിരിക്കും, അത് ക്ലിയർ ആക്കുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോകുന്ന കേസും അതിൽ നിന്ന് ഒരു പോരിലും അതിന്റെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഇടയിലുള്ള കുറച്ച് മെസ്സേജസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളിത് 4-5 കഥ ഒന്നും ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു കഷ്ടപ്പെട്ട ഒരു കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു, പോകുന്നു, കാണുന്നു, നല്ലതാണെങ്കിൽ എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള മറക്കാ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.